എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു തേങ്ങ അരച്ച അയല കറിയാണ്. എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 അയിലയാണ്, ഇത് 2 വലിയ അയിലയാണ് എടുത്തിട്ടുള്ളത്. ഈ കറി അയിലയിൽ ഉണ്ടാക്കുന്നതാകുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ മത്തിയും കുഴപ്പമുണ്ടാവില്ല, പക്ഷെ വലിയ മീനിനേക്കാളും നല്ലത് അയിലയായിരിക്കും. പിന്നെ 2 തക്കാളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ചെറുതായിട്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് 3 വേണം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങയിലേക്ക് നമുക്ക് വളരെ കുറച്ച് ഇത്രയും, അധികമായി പോയാൽ ടേസ്റ്റ് മാറിപ്പോ. അതുകൊണ്ട് ഇത്രയും പെരുംജീരകം മാത്രം മതി, വലിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് ഉപ്പാണ്. അപ്പൊ ഇത് നമുക്ക് ആദ്യം തേങ്ങ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് എടുക്കാം. ഞാൻ ചേരുവ പറയുമ്പോൾ പുളി മറന്നു പോയിട്ടുണ്ടായിരുന്നു. പുളി ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിഴിഞ്ഞെടുക്കണം. നമുക്കിത് ഇതിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് അതിലേക്ക് പുളി ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ തേങ്ങയിലും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അരച്ചു വെച്ചിട്ടുള്ളത്. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുവരെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇപ്പൊ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളക്കണം. അതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കറി ഇപ്പം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. മീൻ കഷ്ണങ്ങളെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ മേലെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് മൂടി വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഈ അയില വേകുന്ന വരെ. വെന്ത് വന്നിട്ടുണ്ട്. അയിലൊക്കെ നന്നായിട്ട്, പീസൊക്കെ നന്നായിട്ട് വെന്ത് ചാറ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ. പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക്, 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കറിക്ക് നല്ലൊരു മണവും നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ. കരിയാതെ സൂക്ഷിക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം.
ഇതിനെ ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പൊ കറിക്ക് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, വേഗം ഉണ്ടാക്കാൻ പറ്റും. കാരണം ഉള്ളി വഴറ്റുന്ന ഈ ഒരു ജോലിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻകറിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ അയലക്കറി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സ്ക്രീനിൽ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.